നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആശങ്ക, ലോകം ഒന്നടങ്കം ഇറാനിലേക്ക് നോക്കിയ സമയം. ഒടുവിൽ ആ ദുഃഖവാർത്ത പങ്കുവച്ച് ഇറാൻ മാധ്യമങ്ങൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ. ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. ജീവനോടെ ആരും അവശേഷിക്കുന്നില്ലെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു. എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് ഇറാൻ റെഡ് ക്രസന്റ് ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ രക്ഷാപ്രവർത്തനമൊക്കെ പുരോഗമിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഇറാൻ മാധ്യമങ്ങൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ലോകത്തിന് ഒന്നടങ്കം നടുക്കമായിരിക്കുകയാണ് ഈ ഒരു വാർത്ത. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ ജീവനോടെ തിരിച്ചു കിട്ടണം എന്ന പ്രാർത്ഥനയോടെയും അതുപോലെ തന്നെ ആകാംക്ഷയോടെയും ലോകം ഉറ്റുനോക്കുകയായിരുന്നു. മണിക്കൂറുകളാണ് ഈ തിരച്ചിലൊക്കെ പുരോഗമിച്ചത്. തകർന്ന ഹെലികോപ്റ്ററിനരികിൽ രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു. അപകടത്തിൽ ജീവനോടെ ആരും രക്ഷപ്പെട്ടതിന്റെ സൂചനകളൊന്നും തന്നെ സ്ഥലത്തു നിന്ന് കിട്ടിയില്ല എന്ന് ആദ്യമൊക്കെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. തകർന്ന ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിന് സമീപത്തായി ആരെയും തുടക്കത്തിൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഇറാൻ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും മരിച്ചെന്ന സൂചനകളായിരുന്നു വാർത്താ ഏജൻസികൾ ആദ്യം പുറത്തുവിട്ടിരുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നേരത്തെ ഒന്നും നടത്തിയിരുന്നില്ല. ഇപ്പോൾ ആ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വന്നിരിക്കുകയാണ്. അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടെന്ന് ഇറാൻ റെഡ് ക്രസന്റ് ചെയർമാൻ കോലി വാൻഡ് അറിയിച്ചിരിക്കുകയാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നടത്തുന്ന അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരം കിട്ടിയതിനു ശേഷം മാത്രമാണ് ഈ ഒരു വിവരം അവർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രക്ഷാ ദൗത്യത്തിനായി റഷ്യയുടെയും തുർക്കിയുടെയും സഹായം കിട്ടിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം കിട്ടിയ സംഘത്തെ അയച്ചതായി റഷ്യ അറിയിച്ചിരുന്നു. 14 മണിക്കൂറായിരുന്നു 40-ലേറെ സംഘങ്ങൾ തിരച്ചിൽ നടത്തിയത്. ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകട സ്ഥലം കണ്ടെത്തിയിരുന്നു. ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയതെന്നും വാർത്താ ഏജൻസികൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് തടസ്സമായിരുന്നു. അപകട സമയം പ്രസിഡന്റും ഇറാൻ വിദേശകാര്യ മന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്നായിരുന്നു വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചത്. അസർബൈജാൻ അതിർത്തിക്ക് സമീപം ജോൾഫ നഗരത്തിലാണ് അപകടമുണ്ടായത്. ടെഹ്റാനിൽ നിന്ന് 600 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ തിരിച്ചിറക്കിയതാണെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി വിശദീകരിച്ചത്. പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ, ഈസ്റ്റേൺ അസർബൈജാൻ ഗവർണർ മലേക് റഹ്മദി, അബ്രിസ് ഇമാം മുഹമ്മദ് അലി അലഹസം, പൈലറ്റ്, സഹ പൈലറ്റ്, ക്രൂ ചീഫ്, സുരക്ഷാ മേധാവി, ബോഡി ഗാർഡ് എന്നിവരായിരുന്നു ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത്. ജീവനോടെ ആരും ശേഷിക്കുന്നില്ല എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ലോകത്തിന് ഒന്നടങ്കം നടുക്കമായി മാറിയിരിക്കുകയാണ് ഈ വാർത്ത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.